ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ മലയാളികൾക്കും ഏറെ ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ് സുരേഷ് ഗോപി. അദ്ദേഹം മമ്മൂട്ടിനെയും മോഹൻലാലിനെയും പോലെ തന്നെ മലയാള സിനിമയ്ക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒരു പ്രമുഖ ആക്ടറാണ്. ഇപ്പോൾ അദ്ദേഹം വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരുന്നെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മലയാള സിനിമയിൽ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന് കൂടുതൽ പ്രയോജനപ്പെടുത്തും. തീർച്ചയായും കേരളത്തിലെ എല്ലാവരും കാത്തിരിക്കുകയാണല്ലോ അദ്ദേഹം സിനിമയിലേക്ക് തിരിച്ചു വരണമെന്നത്. കാരണം അദ്ദേഹത്തെ രാഷ്ട്രീയക്കാരനേക്കാൾ കൂടുതൽ ജനങ്ങൾ അറിഞ്ഞത് സിനിമാ നടൻ എന്ന പേരിലാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എന്തായാലും ഒരു പോസിറ്റീവായിരുന്നു. കാരണം ജനങ്ങൾക്ക് ഒരു നേതാവ് രൂപപ്പെടുന്നത് എങ്ങനെയാണ്, പെട്ടെന്ന് നാം ജനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകണമല്ലോ. പക്ഷേ ഈ സിനിമാ നടൻ എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹം ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. തൃശ്ശൂരിൽ 2 തവണ മത്സരിച്ചു, 2019 മത്സരിച്ചിരുന്നു. പക്ഷെ അന്ന് അദ്ദേഹം പരാജയപ്പെടുകയാണ്. അന്ന് വെറും 17 ദിവസം മാത്രമായിരുന്നു അദ്ദേഹത്തിന് അവിടെ പ്രചരണം നടത്താൻ കഴിഞ്ഞിരുന്നത്. പിന്നീട് വന്ന 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം അവിടെ മത്സരിച്ചെങ്കിലും 3-ാം സ്ഥാനത്തിലേക്ക് പിന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷെ അദ്ദേഹം പിന്നീട് അവിടുന്ന് ആ പ്രവർത്തനം, ഈ രാഷ്ട്രീയം ഉപേക്ഷിച്ചിട്ടില്ല. ആ 5 വർഷവും പിന്നീട് വരുന്ന 2019 പരാജയത്തിന് ശേഷം ആ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് നിന്ന് പ്രവർത്തിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെയാണ് ചരിത്രത്തിൽ ആദ്യമായി BJPക്ക് ഒരു സുരേഷ് ഗോപിയിലൂടെ ഒരു MP ലഭിക്കുകയാണ്. കേരളത്തിൽ ഇതിനു മുമ്പ് പല തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. കേരള ചരിത്രത്തിൽ ഒരു തവണ പോലും BJPക്ക് സ്വന്തമായൊരു BJPയുടെ ചിഹ്നത്തിൽ സുരേഷ് ഗോപിയെ മാത്രമാണ് വിജയിച്ചു കയറിയത്. അല്ല, തിരുവനന്തപുരത്തെല്ലാം BJPക്ക് വിജയത്തോട് അടുത്തെത്താൻ കഴിഞ്ഞെങ്കിലും പക്ഷേ തൃശ്ശൂരിലാണ് ആ വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ആ സുരേഷ് ഗോപിയുടെ കഴിവാണ്. ഒരു പാർട്ടിക്ക് അവിടെ ശക്തി ഉണ്ടെങ്കിലും വലിയ രീതിയിൽ ഒരു വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ വിജയമല്ല, 75,000-ലധികം ഭൂരിപക്ഷത്തിനാണ് സുരേഷ് ഗോപിക്ക് അവിടെ ജയിക്കാൻ കഴിഞ്ഞത്. ആ വിജയം അദ്ദേഹത്തിനും അർഹതപ്പെട്ടതാണ്. പക്ഷേ ആ സമയമെല്ലാം ഇദ്ദേഹം പറഞ്ഞിരുന്നു, ആ സമയം അദ്ദേഹം സിനിമയിൽ സജീവമായിരുന്നു. പല സിനിമകളും വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ വിജയത്തിനു ശേഷം അദ്ദേഹം കേന്ദ്ര നേതാക്കളോട് ആവശ്യപ്പെട്ടിരുന്നത് തനിക്ക് മന്ത്രിസ്ഥാനം വേണ്ട, തനിക്ക് സിനിമാ മോഹവുമായി മുന്നോട്ട് പോകുവാനാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. കാരണം ഇദ്ദേഹത്തിന് ഇപ്പോൾ നീ കുട്ടിയെ പോയി ഒരു 500 രൂപ അദ്ദേഹത്തെ ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം എടുത്തു തരും. അങ്ങനെയാണ്. ആരെങ്കിലും സഹായവുമായി പോയാൽ വലിയ രീതിയിൽ ഈ പണം സഹായിക്കുന്ന ഒരു രീതി സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, സിനിമയിൽ അഭിനയിക്കുമ്പോഴാണല്ലോ വലിയ രീതിയിൽ നമുക്ക് പണം ലഭിക്കുക. അപ്പോൾ ഈ പണം ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് തന്നെ വലിയ വിമർശനമുണ്ട്. ഈ സിനിമയിൽ അഭിനയിക്കുന്ന പണം മുഴുവൻ ഈ സാധാരണക്കാരായ പാവപ്പെട്ടവർക്ക് നൽകുന്നുവെന്ന വിമർശനം ഈ കുടുംബം ഉൾപ്പെടെ പലതവണ പല മാധ്യമങ്ങളോടും പറയുന്നത് കണ്ടിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഇത്തരത്തിലാക്കുക ഈ സുരേഷ് ഗോപിയെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നെന്ന് പറയും. കാരണം ഇദ്ദേഹത്തിന് മുഴുവൻ പൈസ ഇട്ട് അവർക്ക് ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇത്തരത്തിൽ പലരെ സഹായിക്കുവാൻ തനിക്ക് സിനിമയിലൂടെ കഴിയും. അല്ലാതെ ഇപ്പോൾ രാഷ്ട്രീയ നേതാവുമ്പോൾ അവർക്ക് ശമ്പളമുണ്ട്, ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള ശമ്പളമായിരിക്കും. മറിച്ച് സിനിമയിൽ അങ്ങനെയല്ല. ഇദ്ദേഹം വലിയ താരമൂല്യമുള്ള ഒരു നടനാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് കോടികളാണ് വരുമാനമായി ലഭിക്കുന്നത്. ആ കോടികളിൽ വലിയൊരു പങ്ക് സുരേഷ് ഗോപി സാധാരണക്കാർക്ക് വേണ്ടി വിനിയോഗിക്കുകയാണ്. ആ ഉദ്ദേശത്തിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, തനിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം വേണ്ട, താൻ സിനിമയിലൂടെ പോകണം. 20-ലധികം സിനിമകളിൽ താൻ കരാർ ഒപ്പിട്ടുണ്ട്. അതിൽ നിന്ന് വലിയ ഒരു എമൗണ്ട് തനിക്ക് ലഭിക്കും. അത് തൃശ്ശൂരിലെയും അതോടൊപ്പം തന്നെ കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി ഉപകരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകും. അതിന് തനിക്ക് കേന്ദ്രമന്ത്രി എന്ന ചുമതല വേണ്ടെന്ന് പലതവണ ആവർത്തിച്ചെങ്കിലും പക്ഷെ കേരളത്തിൽ ആദ്യമായി ഒരു വിജയിച്ചൊരു MP ആണല്ലോ. അപ്പോൾ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപി ആ MP കേന്ദ്രമന്ത്രി സ്ഥാനം അർഹിച്ചതാണ്. അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ തൃശ്ശൂരിലെത്തി വോട്ട് ചോദിച്ചത് തന്നെ കേരളത്തിൽ നിന്ന് ഒരു MP വിജയിപ്പിക്കുകയാണെങ്കിൽ അത് കേന്ദ്രമന്ത്രി സ്ഥാനം അവർക്ക് നൽകുമെന്നായിരുന്നു മോദിയുടെ ഉൾപ്പെടെ വാഗ്ദാനം. അപ്പോൾ ആ വാഗ്ദാനം പാലിക്കുക എന്നതും അവരുടെ കർത്തവ്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപിക്ക് ഈ മന്ത്രിസ്ഥാനം നൽകിയത്. മന്ത്രിസ്ഥാനം നൽകിയതിന് പിന്നാലെ വലിയ ഒരു ഉത്തരവാദിത്തമാണല്ലോ. ഒരു മന്ത്രിയായിരിക്കുമ്പോൾ പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിക്കണം, മുക്കിലും മൂലയിലും പോകണം. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ ചിലപ്പോൾ ഒരു മന്ത്രിയായാലും കേരളത്തിൽ മാത്രം യാത്ര ചെയ്ത് ചുരുക്കാം. മറിച്ച് കേന്ദ്രമന്ത്രിയാകുമ്പോൾ കേരളത്തിൽ പോകണം, വിദേശ രാജ്യങ്ങളിൽ. ഈയിടയ്ക്ക് തന്നെ ഇറ്റലിയിലേക്ക് ഒരു യാത്ര ഉണ്ടായിരുന്നു. G7 ഉച്ചകോടിയുടെ ഭാഗമായി സുരേഷ് ഗോപി ആയിരുന്നു അവിടെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അവിടെ അങ്ങോട്ട് യാത്ര ചെയ്തത്. അത്തരത്തിൽ വലിയ ഒരു ജോലിയായിരുന്നു ഈ കേന്ദ്രമന്ത്രി പദം. അതിനുശേഷം തന്നെ ഇദ്ദേഹം പല വിവാദ പ്രസ്താവനകളുമായി രംഗത്ത് വന്നു. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെ സിനിമാ സംഘടനകളുടെ ഒരു യോഗത്തിൽ പറഞ്ഞു, താൻ അമിത്ഷായുമായി സംസാരിച്ചിട്ടുണ്ട്, തനിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം തലവേദനയാണ്, അതിലിരിക്കാൻ താല്പര്യം
താല്പര്യമില്ല, തൻ്റെ ജോലി സിനിമയാണ്, അതിനാൽ തന്നെ അത് മോദിയോടും അമിത്ഷായോടും പറഞ്ഞിരുന്നു എന്ന് ഒരു പ്രസ്താവന വന്നിരുന്നു. പക്ഷേ ഇത് അദ്ദേഹത്തിനെതിരെ കേരളത്തിലെ ബി ജെ പി നേതാക്കളായിരുന്നു എതിരെ ഇദ്ദേഹത്തിനെ അടിക്കാനുള്ള ഒരു വടിയെ ഉപയോഗിച്ച് അത് അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് പരാതിയായി നൽകിയിരുന്നു. കാരണം കേരളം ആഗ്രഹിച്ചതാണല്ലോ ഈ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം. ബി ജെ പിയുടെ നേതാക്കൾ ഉൾപ്പെടെ ആഗ്രഹിച്ച ഒരു മന്ത്രിസ്ഥാനം കിട്ടുമ്പോൾ ഇതിനെ വെറുതെ വലിച്ചെറിയുന്നു എന്ന തരത്തിലുള്ള പ്രസ്താവനയ്ക്കെതിരെ ഇദ്ദേഹം ബി ജെ പിയുടെ നേതാക്കൾ ഡൽഹിയിൽ സമീപിച്ച് അമിത്ഷായോടും നരേന്ദ്രമോദിയോടും ഇദ്ദേഹത്തിൻ്റെ പരാതി രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷമായിരുന്നു നരേന്ദ്രമോദി സുരേഷ് ഗോപിയെ ഡൽഹിക്ക് വിളിപ്പിക്കുകയും പല പ്രധാനപ്പെട്ട ചുമതലകളും ഇദ്ദേഹത്തിന് നൽകിയിരുന്നു. അന്നാണ് ഈ ഇറ്റലിയിൽ G7 ഉച്ചകോടിക്കുള്ള ചില ചുമതലകളും അദ്ദേഹത്തിന് നൽകുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമാകുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ ആവശ്യം ഇതായിരുന്നു, സിനിമ അഭിനയിക്കും എന്നാണ്. ആ സമയം തന്നെ അറിയാമായിരിക്കും ഈ താടിയെല്ലാം കട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, അദ്ദേഹം മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഇനി ഒരു സിനിമയിൽ അഭിനയിക്കാൻ കഴിയില്ലെന്ന ഒരു വിശ്വാസത്തോടെയാണ് നടന്നത്. പക്ഷെ അദ്ദേഹം വീണ്ടും ഈ സിനിമാ മോഹം ഈ BJP കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു. ഇപ്പോൾ അവർ പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട്. ഇനി ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം 2 ദിവസത്തിനകം ഉണ്ടാകും. ഇപ്പോൾ ആദ്യം 8 ദിവസമാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഷെഡ്യൂൾ 8 ദിവസവും. പിന്നീട് ആ സിനിമയുമായി മുന്നോട്ട് പോകാനുള്ള അവസരം എന്തായാലും കേന്ദ്ര നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒറ്റക്കൊമ്പൻ സിനിമയുടെ ചിത്രീകരണത്തിനാണ് ഇപ്പോൾ അവസരം കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മാസം 29-നാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന് വലിയ ഫാൻസ് എല്ലാം ഉണ്ടല്ലോ. ഈ സിനിമ കണ്ടിട്ടുണ്ടോ? പിന്നില്ലാതെ ഭരത്ചന്ദ്രൻ IPS ഒക്കെ മറക്കാൻ സാധിക്കുമോ? എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിന്റെ അഭിനയത്തിൽ? അദ്ദേഹത്തിന്റെ ഞാൻ കുട്ടിക്കാലത്ത് കണ്ടതുപോലെ തന്നെ അദ്ദേഹത്തിന് വലിയൊരു വരവാണ് ഞാൻ കരുതുന്നത്. മമ്മൂട്ടിനെ പോലെയും മോഹൻലാലിനെ പോലെയും അദ്ദേഹത്തിന്റെ മിക്കുള്ള പടങ്ങളും നമ്മൾ എടുത്തു നോക്കിയാൽ അദ്ദേഹം ഈ കേന്ദ്രമന്ത്രി ആയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മിക്കുള്ള പടങ്ങളും വൻ വിജയമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ വീണ്ടും വരുമ്പോഴും അദ്ദേഹത്തിന് പല സിനിമകളും വിജയിക്കണമെന്നാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. കാരണം അദ്ദേഹത്തിന്റെ കഴിവ് മലയാളികൾക്ക് അത്രയും സുപരിചിതമാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ വരവ് എല്ലാവരും കാത്തിരിക്കുകയാണ്, കേരളം ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. അദ്ദേഹം 2ാം വരവായിരുന്നു. ഇടക്കാലത്ത് അദ്ദേഹം സിനിമയിൽ നിന്ന് വിട്ടു നിന്നിട്ട് വീണ്ടും അദ്ദേഹം കാവലൻ അങ്ങനെ എന്തോ ഒരു സിനിമയിലൂടെയാണ് വീണ്ടും തിരിച്ചു വന്നപ്പോൾ വലിയ ജനപ്രീതിയായിരുന്നു. ആ സിനിമ വലിയ വിജയമായിരുന്നു. അദ്ദേഹം ഒരു മൂല്യമുള്ള നടനാണ്. അദ്ദേഹത്തിന്റെ ഏത് സിനിമയായാലും വലിയ രീതിയിൽ തിയേറ്ററുകൾ നിറയ്ക്കാൻ കഴിവുള്ള ഒരു നടനാണ്. തൻ്റെ അഭിനയ ജീവിതത്തിലേക്ക് തന്നെ അദ്ദേഹം തിരിച്ചു വരികയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇനി കേരളത്തിൽ രാഷ്ട്രീയമായി നോക്കുകയാണ് അദ്ദേഹത്തിന് വലിയ ചുമതലയാണുള്ളത്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലൊരു 3ാം മുന്നണി വിജയിക്കുക എന്നത്, ഒരു 3ാം കക്ഷി വിജയിക്കുക എന്നത് വളരെ കഷ്ടപ്പാടുള്ള ഇതാണ്. കാരണം കേരളം എല്ലാ വർഷങ്ങളായി തന്നെ 2 മുന്നണിയാണ്, UDFും അതോടൊപ്പം തന്നെ LDFിലേക്ക് ചുരുങ്ങി നിൽക്കുമ്പോഴാണ് ഒറ്റയ്ക്ക് 3ാം മുന്നണി വിജയിക്കുന്ന ഒരു സാഹചര്യം തൃശ്ശൂരിൽ രൂപപ്പെട്ടത്. അതിനാൽ തന്നെ BJPക്ക് വലിയ പ്രതീക്ഷകളാണ് മുൻപോട്ടുള്ള രാഷ്ട്രീയത്തിലുള്ളത്. ഇപ്പോൾ തിരുവനന്തപുരവും അതോടൊപ്പം തന്നെ ഈ തൃശ്ശൂരും കോർപ്പറേഷൻ പിടിക്കുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. അടുത്ത വർഷം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ച് ജനപ്രിയ പദ്ധതികളിലൂടെ വോട്ട് നേടി ഈ 2 കോർപ്പറേഷനുകൾ പിടിക്കാമെന്നാണ് BJPയുടെ പ്രതീക്ഷ. അതിനുശേഷം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. ആ തെരഞ്ഞെടുപ്പിലും തൃശ്ശൂരിൽ ഇപ്പോൾ തന്നെ ഗുരുവായൂർ ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ BJP ആയിരുന്നു ഒന്നാമത് സുരേഷ് ഗോപി മത്സരിച്ചിരുന്നപ്പോൾ. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തും പല മണ്ഡലങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് മുന്നിലെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പ്രദേശങ്ങളിൽ കൂടുതൽ സുരേഷ് ഗോപിയെ എത്തിച്ച് പ്രവർത്തിച്ച് സീറ്റുകൾ നിയമസഭയിൽ കൂടുതൽ നേടാനാണ് BJPയുടെ ശ്രമം. പക്ഷെ അതിനോടൊപ്പം തന്നെയായിരുന്നു അന്ന് എന്തായാലും BJP അങ്ങനെ എത്തിക്കണമെങ്കിൽ സുരേഷ് ഗോപിയെ ലഭിക്കണം. അദ്ദേഹം സിനിമ അഭിനയവുമായി പോകുകയാണെങ്കിൽ അറിയാമല്ലോ, സിനിമാ ഷൂട്ടുകൾ ചിലപ്പോൾ ഒരു പ്രദേശത്തായിരിക്കില്ല, ഒരു ഗാനം എടുക്കാൻ തന്നെ പല രാജ്യങ്ങളിലേക്ക് മാറി മാറി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യം വരുമ്പോൾ എങ്ങനെ കേരളത്തിൽ സുരേഷ് ഗോപിയെ ലഭിക്കുമെന്ന ചോദ്യം ഈ BJPയുടെ നേതാക്കൾ ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി തന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസെല്ലാം ഡൽഹിയിലാണ് വരുന്നത്. അപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച് നിൽക്കണം, പിന്നീട് അദ്ദേഹത്തിൻ്റെ മണ്ഡലം കേന്ദ്രീകരിച്ച് നിൽക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് BJPയുടെ മുന്നിൽ നിയമമെന്നൊരു മണ്ഡലമുണ്ടല്ലോ, ആകെ നിയമത്ത് വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിന് ശേഷം ആ മണ്ഡലം മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയാത്തത് കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പരാജയപ്പെടുന്നു. അപ്പോൾ എന്തായാലും തൃശ്ശൂർ ലഭിച്ചിട്ടുണ്ട്. അത് വീണ്ടും നേടിയെടുക്കണമെങ്കിൽ മികച്ച പ്രവർത്തനം ആവശ്യമാണ്. ആ പ്രവർത്തനത്തിന് വേണ്ടിയാണ് BJP നേതാക്കൾ ആവശ്യപ്പെടുന്നത്, പ്രാദേശികമായി കേരളത്തിലെ നേതാക്കൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും സുരേഷ് ഗോപി
അഭിനയം തുടരുകയാണ്. ഈ മാസം 29 മുതൽ തന്നെ ഈ ഷൂട്ടിംഗ് ആരംഭിക്കും. എന്തായാലും അദ്ദേഹത്തിന് ഉടനെ കാണാൻ സാധിക്കുമെന്നാണ്. ചലച്ചിത്ര പ്രേമികൾ ആഗ്രഹിച്ചിരുന്ന അവരുടെ ആഗ്രഹം ഇപ്പോൾ സഫലമാവുകയാണ്.